അരുണാചൽ പ്രദേശിൽ മലയാളികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് സമീപം ബ്ലാക്ക് മാജിക് കേന്ദ്രങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാൻ പോലീസ്. ആത്മഹത്യ ചെയ്ത സിറോ എന്ന സ്ഥലത്തിന് സമീപം ബ്ലാക്ക് മാജിക് കൺവെൻഷനുകൾ നടന്നോ എന്നും അന്വേഷിക്കുന്നുണ്ട്. ഇതിനിടെ ആത്മഹത്യ ചെയ്ത 3 പേരുടെയും ഇമെയിൽ ചാറ്റ് സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്തിയതായി തിരുവനന്തപുരം ഡിസിപി നിധിൻ രാജ് വ്യക്തമാക്കി. അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനമായ ഇറ്റാനഗറിൽ നിന്ന് 120 കിലോമീറ്റർ അകലെയാണ് മൃതദേഹം കണ്ടെത്തിയ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്ന സിറോ താഴ്വര. ആത്മഹത്യ ചെയ്യാൻ എന്തുകൊണ്ട് സിറോ തെരഞ്ഞെടുത്തെന്ന ചോദ്യത്തിന് ഉത്തരമാണ് പോലീസ് അന്വേഷിക്കുന്നത്. സിറോയ്ക്ക് സമീപം ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട ഘടകങ്ങളുണ്ടോ എന്നതാണ് പരിശോധിക്കുന്നത്. ഇതിനായി ലോവർ സുബാൻസിരി SP കെനി ബഗ്രയുടെ നേതൃത്വത്തിൽ 5 അംഗ സംഘത്തെ അരുണാചലിൽ രൂപീകരിച്ചിട്ടുണ്ട്. ഇതിനിടെ നവീൻ, ദേവി, ആര്യ എന്നിവർ മരിച്ചു കിടന്ന മുറിയിൽ നിന്നും പ്ലേറ്റിൽ മുടി കണ്ടെത്തി. ഇതിന് ബ്ലാക്ക് മാജിക്കുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തെങ്കിലും വിശ്വാസത്തിന്റെയോ മൂവരും വായിച്ച ഏതെങ്കിലും പുസ്തകത്തിന്റെയോ പ്രേരണ ആത്മഹത്യക്ക് പിന്നിൽ ഉണ്ടായേക്കാമെന്ന് തിരുവനന്തപുരം DCP നിധിൻ രാജ് പറഞ്ഞു. കുറച്ച് ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആ ഇമെയിലിന് പുറകിലും ഏതെങ്കിലും തരത്തിലേക്കുള്ള സംശയാസ്പദമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോട്ട് ഡൗൺ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ ടീം വളരെ കൃത്യമായിട്ട് തന്നെ ഓരോ ഭാഗങ്ങളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ മൂവരുടെയും മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചു. തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച ദേവിയുടെയും ആര്യയുടെയും മൃതദേഹങ്ങൾ വട്ടിയൂർക്കാവിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കരിച്ചു. നവീന്റെ മൃതദേഹം വിമാനത്താവളത്തിൽ നിന്ന് സ്വദേശമായ കോട്ടയത്തേക്ക് കൊണ്ടുപോയി. നാളെ സംസ്കാരം നടക്കും. മീഡിയ 1 തിരുവനന്തപുരം.